അപ്പോൾ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു വെറൈറ്റി സാധനമായിട്ടാണ് വരുന്നതെന്ന് ഞാൻ പറയാൻ വരുന്നില്ല. അതിൻ്റെ തിരിച്ചെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് നാടൻ ശൈലിയിലാണെങ്കിൽ ഇന്ന് നമ്മൾ അതിൻ്റെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു പ്രോപ്പറായിട്ട് അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല, അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്, ലോക്ക്ഡൗണൊക്കെ അല്ലേ. ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുന്നത് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് നമ്മൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഒറ്റയ്ക്കല്ല ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വേറെ ആരും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യേ കുട്ടിച്ചി, എവിടെ നിങ്ങളെവിടെ? എത്തിക്കഴിഞ്ഞു. ഇതാണ് കുട്ടിച്ചി, അനൂപ് എന്നാണ് പേര് കേട്ടോ. ഉഗ്രൻ നടനാണ്. ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. നടനേക്കാൾ ഉപരി ഡാൻസറാണ്, വേറെ ലെവൽ ഡാൻസറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ നാടൻ റെസിപ്പിയുടെ ഒരു ഒരു കുറച്ചുകൂടെ അതാ നമുക്ക് ഏറ്റവും കൂടുതൽ കൊതി വരുന്നില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ പോയി തിന്നിട്ടുള്ള അതായിരിക്കും. ഏറ്റവും കൂടുതൽ എപ്പോഴും അവിടെ പോയി തിന്നുമല്ലോ കേട്ടോ. നിങ്ങൾ അവസരം കിട്ടുമ്പോൾ പോയി നമ്മൾ ചമ്പടിക്കും അല്ലേ. ചിക്കൂസ്, ചിക്കിങ് KFCയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതാദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ വെറ്റ് ബാറ്റർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു നനവുള്ളൊരു ബാറ്റർ വേണം. പിന്നെ ഇതാണ്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു മാവ് കുറച്ച് നമ്മൾ ആദ്യം ഇതെടുത്ത് മുക്കാനായിട്ട് ഇത് മൈദ തന്നെ. ഇതെല്ലാം മൈദ കേട്ടോ, ഇരിക്കുന്നതെല്ലാം മൈദയാണ്. പിന്നെ അവസാനം നമുക്ക് കുറച്ച് സീസണിങ് എന്ന് പറയും. സീസണിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേ ഉള്ള ആ ക്രിസ്പി ആയിട്ടുള്ള ലെയർ ഉണ്ടാക്കുന്നതിനുള്ള മാവ്. അങ്ങനെ 3 സ്ഥലത്തായിട്ട് മാവ് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ. ഇതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇതിനകത്ത് നമ്മൾ തൈരും ഇച്ചിരി മുളക് പൊടിയും കുറച്ച് പിന്നെ എന്താണ് കുരുമുളക് പൊടി ഇട്ടില്ലെന്ന് തോന്നുന്നു. തൈര്, മുളക് പൊടി, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ അധികം സാധനമൊന്നും ഇട്ടിട്ടില്ല. ഉണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള കുറച്ച് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചിക്കൻ നമ്മൾ ശരിക്കും നല്ലോണം. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്, 4-5 മണിക്കൂർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെറ്റ് ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, വെറ്റ് ബാറ്റർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മുട്ട നമുക്ക് പൊട്ടിച്ചതിനകത്തിട്ടിടണം. ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഇടണം. കുറച്ച് ഉപ്പ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ആയിട്ട്. ഇത് വിനാഗിരികളൊക്കെ തോന്നിയില്ല വിട്ടതുണ്ട്. സോഡ, അത് ക്ലബ് സോഡയാണ് കേട്ടോ. ക്ലബ് സോഡയും കൂടെ ഒഴിച്ചിട്ട് ഇത് ഒഴിക്കുമ്പോൾ ഈ സംഭവം നല്ല ക്രിസ്പി ആവും. നമ്മുടെ ഈ ലെയർ ഉണ്ടല്ലോ, ലെയർ നല്ല ക്രിസ്പി ആവും. ഇപ്പോൾ വെറ്റ് ബാറ്റർ നമ്മൾ തന്നെ മുട്ടയും ക്ലബ് സോഡയും മാവും കൂടെ. അപ്പോൾ നമ്മൾ വെറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സീസണിങ് മാവ്. സീസണിങ് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ പോകുന്നത്. ആദ്യം അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ എന്താണ്ട് ഇത് ഒറിഗാനോ എന്ന് പറയും. ഒറിഗാനോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലീഫ് പൊടിച്ചതാണ് സംഭവം. അപ്പോൾ ഈ ഒരു ഒറിഗാനോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്മെല്ലും കിട്ടും. പിന്നെ പുറത്തുള്ള ഒരു ക്രിസ്പി ലെയർ അല്ലേ, ഇങ്ങനെ ഇടയ്ക്ക് മുരിഞ്ഞിരുന്നോളും. ഗാർലിക് പൗഡർ. എല്ലാവരും ഈ ഓട്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഗാർലിക് പൗഡറാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നല്ലോണം കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. വെളുത്തുള്ളി പൊടിച്ചത്. അപ്പോൾ നമുക്ക് ഒനിയൻ പൗഡറാണ് ഇല്ലാത്തത്. ഒനിയൻ പൗഡർ ഇല്ലാത്തതുകൊണ്ട് പകരം നമ്മൾ ഇതിനകത്തെല്ലാം ഉണ്ട്. ഒനിയനും തക്കാളിയും എല്ലാം ഉള്ള ഹോട്ട് ആൻഡ് സ്വീറ്റ്. ഇത് ശരിക്കും ഒരു സീസണിങ് ആണ് കേട്ടോ, പക്കാ സീസണിങ് ആണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഇടുകയാണ്. ഇനി നമുക്ക് സാധാരണ നമ്മുടെ മുളക് പൊടി കുറച്ച്, കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് മലയാളികൾ പ്രത്യേകിച്ച് എല്ലാ എരിവുമാണല്ലോ. സാധാരണ ഇതിനകത്തിൽ എരിവുള്ളതല്ല, അതിനുവേണ്ടി ചെറുതായിട്ടൊരു കളറിനും കൂടെ വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി. ഉപ്പ് മസ്റ്റായിട്ട് വേണമല്ലോ. ഇതിനകത്തിരിക്കുകയാണ് അതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ സീസണിങ്ങിൻ്റെ പുറത്ത് നമ്മൾ കടിക്കുമ്പോഴേ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഏറ്റവും. എല്ലാവരും ആയിരിക്കുന്ന ഓട്സാണ്, കാരണം ഓട്സും കോൺഫ്ലെക്സും വെച്ചാൽ ഏറ്റവും കൂടുതൽ പേര് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ പക്ഷേ അന്ന് ആ കലട വീഡിയോക്കകത്ത് ഉണ്ടാക്കിയപ്പോഴും ഓട്സ് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും ഓട്സ് ഇട്ടിട്ട് പക്ഷേ ഓട്സും കരിയത്തില്ലയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അപ്പോൾ ചൂട് നല്ലോണം നിന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് ആദ്യം തന്നെ ലെഗ് പീസ് ഇട്ട് തന്നെ തുടങ്ങാം. ലെഗ് പീസ് വരഞ്ഞില്ലേ? ഇല്ല, ഇതിനകത്ത് വരയണ്ട. കാര്യം ഇത് നമുക്ക് ഉള്ളിൽ ജ്യൂസി ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വരയത്തില്ല. ചിക്കൻ്റെ പീസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ സാധാരണ മാവിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തൊന്ന് വരേണ്ട കാര്യമില്ല. ഇല്ല, ഇതൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുടയുന്നു. എന്നിട്ട് വെറ്റ് ബാറ്ററിനകത്തോട്ട് അങ്ങോട്ട് മുക്കുന്നു. കിണറ്റിലോട്ട് ചാടും. ഇതിപ്പോൾ കിണറ്റ് ചാടി കണക്ക് തന്നെ നമ്മൾ കിണറ്റി മുക്കി സീസണിങ് മാവനകത്തിരുന്നു. ഇനിയാണ് അതിൻ്റെ ഹൈലൈറ്റ് സംഭവം. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ
ആ സീസണിങ് മാവ് നല്ലോണം അങ്ങോട്ട് വിതറുന്നു. ഇതിപ്പോൾ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ മാവ് എടുക്കണം നമ്മൾ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ പൊടി അങ്ങ് കരിഞ്ഞു പോകത്തില്ലേ? ഇല്ലില്ല, അതുകൊണ്ട് നമ്മൾ മീഡിയം ചൂടിലാണ് ചെയ്യുന്നത്. വളരെ ചൂട് കുറച്ച് വെച്ചതാണ്ട് ഇത് കണക്ക് അങ്ങോട്ട് ഇതിനങ്ങോട്ട് പാക്ക് ചെയ്യണം, നല്ലോണം ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഇതിനെ പാക്കിംഗ് എന്ന് പറയും. നന്നായിട്ട് ഞെക്കി അങ്ങോട്ട് പിടിപ്പിക്കുക, ഇങ്ങനെ എടുക്കുക, കുടയുക. ഈ കുടച്ചിലിനകത്താണ് നമുക്ക് അതിൻ്റെ ആ ടെക്സ്ചർ, KFCയുടെ ടെക്സ്ചർ ഇത് കിട്ടുന്നത്. ഉണ്ടോ? എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് ഇടണം. തേങ്ങ സഹിക്കണം, തീ കുറച്ച് വെക്കണം. അതൊക്കെ നമുക്ക് ഒരു പീസ് ഇടാം. നമ്മളെല്ലാ ഭാഗമല്ല. ഇത് ഇതിൻ്റെ ഒരു ബ്രസ്റ്റിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് ഭാഗം ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നില്ല, കാര്യം ഇതിനകത്ത് കൂടുതൽ മാംസം ഒരു കറുത്ത സാധനമുണ്ട് അത് അകത്തിരിക്കുന്നില്ലേ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാനെടുത്ത് പക്ഷേ ഞാനത് കണ്ടിച്ച് വെക്കുമ്പോഴേ ഞാൻ എടുത്ത് കളയും അത്. ഇനി അതവിടെ കിടന്നങ്ങോട്ട് ഒന്ന് വേവണം. മടത്തി വെച്ചിട്ട് ചെറിയ ചൂടിലങ്ങോട്ട് വേവിക്കാം. ഒരു 20 മിനിറ്റോളം 15 മിനിറ്റോളം ഇരിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ച് ഇവനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. നമുക്ക് ഇവനെ കോരാം. ഒരു സെറ്റ് കോരാം, ആദ്യത്തെ സെറ്റ്. പിന്നെ ഈ എല്ലാവരും KFC എന്ന് പറയുന്നത് ശരിക്കും അതൊരു ബ്രാൻഡാണ്. അത് പണ്ട് തൊട്ടേ തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ശരിക്കും ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു സംഭവം. ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ നാട്ടെ കുറച്ച് മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു അല്ലേ. മാവ് കുറച്ചൊക്കെ അധികം വന്ന് അത് തന്നെ നിങ്ങളൊരു ഫ്യൂരി എന്ന് വിളിക്കരുത്, കാര്യം മാവ് വെറുതെ കളയായിരിക്കാം. ഡെല്ലി ഇതുപോലെ ഇല്ലാത്ത എത്ര പേരുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഉള്ളത് ഞാൻ പറയാം. അതെ, അതായത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു, ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ എന്തായാലും ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. My biological name is Michael Elias Jackson Elias Vikram Elias. കഴിച്ചോ, ശബ്ദമൊക്കെ കേൾക്കണം വെളിയിൽ. അങ്ങനൊന്നുമില്ല. എടുത്തും കടിച്ചോ, കരുതല്ലേ, അതിലൊരു ഭംഗി. മയണൈസ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. മയണൈസ് അതിൻ്റെ ആ ജ്യൂസിനെസ് ഒക്കെ ഒന്ന് കാണിക്കും അടുത്തോട്ട്. കൊള്ളാം. കടയിൽ പോയി കുറേ നാൾ തിന്നാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതങ്ങ് തീർത്തു അല്ലേ. കൂടെ ആദ്യം നമുക്ക് പ്ലെയിനായിട്ട് കഴിച്ചു പോകാം അല്ലേ. പ്ലെയിനായിട്ട് കഴിക്കുന്നതും മയണൈസ് മുക്കുന്നതും രണ്ടായിരിക്കും, വ്യത്യാസം കാണുമായിരിക്കും. ഒരു സൈഡ് ഇച്ചിരി കരിഞ്ഞല്ലേ. അതിന് ഗതികേടായിരിക്കും. പക്ഷേ ക്രിസ്പി അല്ലേ അതിൻ്റെ പുറത്തല്ലേ, പല്ലുകളെല്ലാം താഴ്ന്നു. ക്രിസ്പി ആയിട്ടുള്ള ലെയറും അകത്ത് നല്ല ജ്യൂസി 5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിൻ്റെ എല്ലാ ഗുണമുണ്ട്. ഇനി മയണൈസ് മുക്കി ഒരു കടി കടിച്ചോ. ചൂടുണ്ടല്ലേ ചെറുതായിട്ട്, ചെറിയ ലൈറ്റായിട്ട് ചൂടുണ്ട്. ചെറിയ ചൂടുള്ളതല്ല, അപ്പോൾ ടേസ്റ്റ് കൂടും. സൂപ്പറാണ്. അല്ല, എങ്ങും പോയി കഴിക്കാൻ പറ്റാത്ത കാരണം ഇപ്പം എങ്ങനെയായാലും ഇതിന് ടേസ്റ്റ് കൂടുതലാ. നിങ്ങളാ പറഞ്ഞതിനർത്ഥം കൊള്ളത്തില്ലെന്ന്? അങ്ങനല്ല, അപ്പം ഇച്ചിരി ഇരട്ടിക്കും ടേസ്റ്റ്. അതെ, ഇത്രയും ആളല്ലേ കഴിച്ചിട്ട്. എന്തായാലും അന്ന് നമ്മുടെ അളിയന്മാരുണ്ടാണല്ലോ നമ്മുടെ കൂടെ കഴിക്കാനായിട്ട്. ഇന്ന് ഞങ്ങൾ 3 പേരുള്ളൂ, അതുകൊണ്ട് എത്ര പീസ് ഉണ്ടാക്കിയത്. ഞാനും ക്യാമറമാനും ഹിറ്റോണിന് മാത്രമേ കഴിക്കത്തുള്ളൂ, അമ്മ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതായത് ചൂട് പോകുന്നുണ്ട് കേട്ടോ. ക്യാമറയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കൈയിട്ടൊരു ഇളക്കാക്കി ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒരു പിടി പുറകെ വരുന്നുണ്ട്. വെച്ച് ആക്രമിക്കും. മനസ്സ് നമുക്ക് തന്നെ ക്യാമറ ഓഫ് ചെയ്താൽ ഇവിടെ ഒരു വലിയ അക്രമം നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനം. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ കാണും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം
ഇദ്ദേഹത്തെ ഇതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ചോറല്ലേ വിളിച്ചാൽ വരത്തില്ല, അതാ പാട്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് അതിൻ്റെ പേരല്ലേ എല്ലാവർക്കും ബൈ പറഞ്ഞുതരാം. ആക്രമിക്കാം. A few moments later.